രാവിലെ തൊട്ട് ചിരിക്കാൻ തുടങ്ങിയതാണ്. എന്താണെന്നറിയത്തില്ല, വല്ലാത്ത ഒരു സന്തോഷം ഇന്നത്തെ ഈ ഒരു ദിവസം. ഈ സന്തോഷത്തിൽ ഞാനൊരു പാട്ട് പാടട്ടെ. ഒരാഴ്ചത്തേക്ക് നമ്മൾ മലയാളികൾക്ക് ആഘോഷിക്കാനുള്ള ഒരു സംഭവമാണ് ഇന്നത്തെ ഇലക്ഷൻ റിസൾട്ട്. LDF പൊട്ടി. വല്ലാത്തൊരു പൊട്ടലായി പോയി. എണ്ണിയവർക്കെങ്ങാനും തെറ്റുപറ്റിയതാണോ? എണ്ണിയവർക്ക് തെറ്റുപറ്റിയാലും ജനങ്ങൾക്ക് തെറ്റുപറ്റില്ല. UDF തൂക്കി അങ്കിൾസീൻ തൂക്കി. വിജയ് അണ്ണൻ അടലോടെ വാരിപ്പിറക്കി വീട്ടിൽ കൊണ്ടു എല്ലാം കൂടെ. ഇതിന്റെ ഇടയ്ക്ക് നമുക്ക് വിട്ട് കളയാൻ പറ്റാത്ത ഒരു വ്യക്തിയുണ്ട്. ആ മഹാ മനുഷ്യന് വേണമെങ്കിൽ ഒരു നോക്ക് കണ്ടോളൂ. ചിരിക്കരുതേ. നമ്മുടെ മരാർ തോറ്റു കഴിഞ്ഞാൽ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ടായിരിക്കണം പുള്ളിക്കാരൻ സ്വന്തം ഭാര്യയും പിടിച്ചോണ്ട് ഹോസ്പിറ്റലിൽ പോയി. മൂത്രം പോയ ജട്ടിയും കഴുകി നേരെ ആശുപത്രിയിലേക്ക് പോയി. ശിവനേ, അണ്ണൻ തന്നെ വന്നിട്ട് എത്ര തവണയാ പറഞ്ഞു 100% വിജയം, 4-ാം തീയതി നിങ്ങൾ ഞെട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടില്ല. തള്ളിയ തള്ളൊക്കെ ഒന്ന് വെളുപ്പിച്ചെടുക്കണ്ടേ. തള്ളില് KP സൂപ്പറാ. ഇതിനേക്കാളും വേറൊരു കോമഡി ഉണ്ട്. ഇവന്റെ കോമഡി കണ്ട പൊങ്കാലായിട്ട് അടിച്ചു കൊല്ലാൻ തോന്നും. പ്രചാരണത്തിന്റെ അവസാനത്തെ ദിവസം നമ്മുടെ ഗോപിച്ചേട്ടന്റെ കൂടെ നിന്നിട്ട് ഒരു ഡയലോഗ് അടിച്ചത്, അതന്നത്തെ ചോരത്തിളപ്പിന്. അരുൺകുമാർ വാർത്ത വായിക്കുന്ന സമയത്ത് ആ സാധനം സാറേ, ആ സമയത്ത് മാസിലങ്ങ് ആയിപ്പോയാണ് സാറേ. അങ്ങനെയൊക്കെ റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാറിന് എന്റെ വാർത്ത ഞാൻ മുന്നിലാണെന്ന് വായിക്കുന്ന നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഈശ്വര, ഇവിടെ ആരുമില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്. അഖിൽ രാജ് എന്ന അഖിൽ മാരാർ 10,000 വോട്ട് പോലും തിരിച്ചു പിടിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ്. ഇനി മരങ്കേറ്റം തന്നെയാ നല്ലത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 9,161 വോട്ടുമായി 3-ാം സ്ഥാനത്താണ്. താഴെ നിന്ന് മുകളിലോട്ട് പോകുമ്പോൾ 1-ാം സ്ഥാനത്താണ്. പട്ടി വിലയാണ് കേട്ടോ നിങ്ങളെ ചാനലുകാർക്ക്. പ്രഭാകരേട്ടന് വീട്ടില് വിലയില്ലെങ്കിലും നാട്ടില് പുല്ല് വിലയാ. സുനിയൊക്കെ തട്ടി. അതുപോലെ ഞാൻ പറയുന്നു, തൃക്കാക്കരയിലെ കോട്ടയോ ഏത് കോട്ട? പിടിച്ചോ മോദിജി. പാവം നമ്മുടെ അണ്ണൻ എങ്ങനെ സഹിക്കും? തോറ്റ് തുന്നമാടി വന്നിരിക്കുന്നു നിന്റെ മോൻ. അവനെന്തെങ്കിലും തിന്നാൻ കൊടുക്ക്. എന്തെങ്കിലും പോരാ, സ്വപ്പ കനമായിട്ട് തന്നെ വേണം. ഞാൻ പോയി വരട്ടെ മക്കളെ. 2-ാം തീയതി വരാം. ഏത് മാസം? എല്ലാ മാസവും 2-ാം തീയതി ഉണ്ടല്ലോ.